സാങ്കേതികമായുള്ള ശരി എപ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ല എന്നാണ് CPI പോലും ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നേ CPIക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് ഇടതുമുന്നണി ചേർന്ന് വൈകിയാണെങ്കിലും ആ കാര്യത്തിൽ തീർപ്പുണ്ടായി. അപ്പോൾ PK ദാസ്, നിങ്ങൾ ശരിക്കും ഇരുട്ടിൽ കറുത്ത പൂച്ചയെ തപ്പുകയാണോ? ഇല്ലാത്ത വിഷയത്തിന്റെ പുറത്തൊരു വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് PK ദാസ് എന്നതാണ് ഭരണപക്ഷത്തിന്റെ വിമർശനം. അല്ല, ആ റൂമിലെ ലൈറ്റ് ഒന്ന് ഓണാക്കിയാൽ യഥാർത്ഥ പൂച്ചയെ കാണാം. അത് ഓണാക്കാൻ ഭരണകൂടത്തിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, സർവീസ് ചട്ടങ്ങൾ ഇങ്ങനെയാണ് നിഷ്കർഷിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റം ആരോപിക്കപ്പെടാം. കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആര് തെളിയിക്കണം? ഇദ്ദേഹത്തിന് കീഴിലുള്ള അന്വേഷണമല്ലേ തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സംവിധാനമല്ലേ തെളിയിക്കേണ്ടത്? അത് തെളിയിക്കേണ്ട ആളുകളാണ് വന്നിരുന്നിട്ട് അദ്ദേഹത്തിനെതിരെ കുറ്റം തെളിയിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഇതൊക്കെ പിന്നെ ഈ പറയുന്ന വ്യക്തി ഈ ലിസ്റ്റിൽ വരുന്നതോടുകൂടി ഈ പോലീസ് സംവിധാനത്തിലുണ്ടാകുന്നൊരു ഭയപ്പാടുണ്ട്, ഈ അന്വേഷണ ഏജൻസി ഉണ്ടാകുന്നൊരു ഭയപ്പാടുണ്ട്. നാളെ അധികാരം കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരാളാണ് MR അജിത് കുമാർ. ഞാൻ നോക്കൂ, ഇന്ത്യയുടെ ഭരണകൂടം, ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് CPM ആണ്. ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, RSS നേതാവ് ഹൊസബുള്ളയെയും അതുപോലെ തന്നെ റാം മാധവിനെയും കണ്ടു എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണകൂടം നിയന്ത്രിക്കപ്പെടുന്നവരുമായി ഇദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. അത് ഒഫീഷ്യലാണോ അൺഒഫീഷ്യലാണോ തർക്കം അവിടെ നിൽക്കട്ടെ, വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധമുള്ള ഒരാൾ. രണ്ട്, പിണറായി വിജയൻ നിരന്തരമായി ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു MLA മുന്നണി വിട്ട് പോയാലും കുഴപ്പമില്ല, CPI എത്ര തന്നെ ലേഖനം എഴുതിയാലും കുഴപ്പമില്ല, അവരെത്ര തന്നെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയാലും കുഴപ്പമില്ല, എനിക്ക് സംരക്ഷിക്കാവുന്ന അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ നോക്കി. ഒരു ഗത്യന്തരമില്ലാതെയാണല്ലോ നടപടിയെടുത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ DGPയുടെ ലിസ്റ്റിൽ വരുന്നു. ഇനി അന്വേഷണത്തിന്റെ സ്ഥിതി എന്താകണം? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രകാശ് മാസ്റ്റർ, കേരളത്തിന്റെ പോലീസ് സംവിധാനം ഭയങ്കര സംഭവമാണ്, ഇന്ത്യയിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊന്നല്ലോ കേരളത്തിന്റെ പോലീസ് സംവിധാനം ഇന്ത്യയിൽ നമ്പർ 1 ആകുന്നത്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയാകുന്ന പോലീസിംഗ് സംവിധാനവും രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷേ അതിന് കളങ്കിതമാകുന്ന രൂപത്തിലേക്ക് MR അജിത് കുമാർ എന്ന പോലീസുകാരനെ വിമർശിക്കുന്ന PK ദാസിന് TP സെൻകുമാറിന്റെ കാലം എന്താ ഓർമ്മ വരാത്തത്? അന്ന് BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന TP സെൻകുമാറിനെ അന്നത്തെ UDF തിരിച്ചറിയാൻ പോലും പറ്റിയില്ലല്ലോ PK ദാസ്. ആ DGP അടിമുടി BJP പോയില്ലേ? നിങ്ങളുടെ വാചകം, ശ്രീ അരുൺകുമാർ, നിങ്ങളുടെ വാചകം കടമെടുത്ത് പറയട്ടെ. തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതൊരു വീഴ്ചയായോ പോരായ്മയായോ നിങ്ങൾ കൂട്ടിക്കോ. ഇവിടെ തിരിച്ചറിഞ്ഞ ഒരാളെ, ആണെന്ന് ഉറപ്പിച്ച ഒരാളെ, പോലീസ് സംവിധാനത്തിൽ പരസ്യമായി രണ്ട് RSS നേതാക്കന്മാരെ നേരിട്ട് കൊണ്ട ഒരാളെ നിങ്ങളുടെ സർവീസ് പ്രൊമോഷൻ തടയാൻ പറ്റും. ആ ചട്ടം ഏതാണ് PK ദാസ്? നമ്മുടെ നാട്ടിൽ നിലവിൽ സംഘടനയല്ലല്ലോ. RSSലെ ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ നിഷേധിക്കാൻ കഴിയുമോ ടെക്നിക്കലി? സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അങ്ങനെ വാദം ഉന്നയിക്കാം. എന്റെ ചോദ്യം, മന്ത്രിസഭ അംഗീകരിക്കപ്പെടുമ്പോൾ നാളെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോവില്ലേ PK ദാസ്? അന്ന് ആര് മറുപടി പറയും? PK ദാസ് മുസ്ലിം ലീഗ് മന്ത്രി മറുപടി പറയും? ഇതേ മന്ത്രിസഭ പറയട്ടെ. ശ്രീ അരുൺകുമാർ, ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു DGP ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ. അദ്ദേഹം ട്രിബ്യൂണൽ പോയല്ലോ. എന്താ ഗവൺമെന്റ് ചെയ്തത്? ട്രിബ്യൂണൽ അദ്ദേഹം അനുകൂലമായപ്പോൾ ഗവൺമെന്റ് ഹൈക്കോടതി പോയി, ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായപ്പോൾ സുപ്രീം കോടതി പോയി. വേണമെങ്കിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയെ സർവീസ് ചട്ടലംഘനം നടത്തി എന്നുള്ളത് തെളിയിക്കപ്പെടണം. നിലവിൽ എവിടെയാണ് PK ദാസ് ചട്ടലംഘനം? ഞാൻ അരുൺകുമാർ, നിങ്ങൾ ഈ പറയുന്ന സാങ്കേതികത്വത്തിന്റെ ഈ പറയുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പിൽ വരേണ്ട റിപ്പോർട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു കുത്തോ കോമയോ അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാൻ കഴിയുക? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ PK ദാസ്? ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു ഉദ്യോഗസ്ഥന്റെ കരിയർ നശിപ്പിക്കുന്നത് ആരോപണം ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. ആരോപണമല്ലല്ലോ പ്രൊമോഷനെ തടയാൻ ആവശ്യം. തെളിയിക്കപ്പെടുന്ന കേസുകളല്ലേ? PK ദാസ്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച MLA കൊടുത്തിട്ടുണ്ടോ? സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് കൊടുത്തിട്ടുണ്ടോ? ഒരു തെളിവും കൊടുത്തിട്ടില്ല. ഈ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്നതിന്റെ ഒരു തെളിവും കൊടുത്തിട്ടില്ല. ഞാൻ പറയട്ടെ, ഇത് തെളിവ് അന്വേഷണ സംഘം കൊണ്ടുവരണ്ടേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. ഈ ഗവൺമെന്റ് Debate with Dr. Arun Kumar.